Say this, not that. Today we are going to have a look at the pronunciation of the word divorce. Divorce എന്നല്ലേ നമ്മൾ പറയാറ്, but actually അത് divorce അല്ല, it is divorce. It is divorce. Split ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം പ്രൊനൗൺസ് ചെയ്യേണ്ടതാണ്. Instead of die, you have to add the word d. So it will be like divorce. So divorce. Divorce. And the next word is D-A-T-A. D-A-T-A. നമ്മൾ എന്താ പ്രൊനൗൺസ് ചെയ്യുക? We will be pronouncing it as data. But actually data എന്നല്ല, it is data. It is data. Divorce and data. Hope it helps. Say this, not that. Today we are going to have a look at the pronunciation of the word N-I-K-E. ഇതിന്റെ പ്രൊനൗൺസിയേഷന് പോകുന്ന മുമ്പ് ഒരു സ്റ്റോറി കേൾക്കാം. US people used to say this word as Nike. At the same time, British people used to say it as Nike. So there was a kind of a clash that Nike ആണോ Nike ആണോ എന്നുള്ളത്. അതിന്റെ പിന്നെ ഒരു സ്റ്റോറി ഉണ്ട്. ഈ Nike എന്നുള്ള വേർഡ് ഗ്രീക്ക് ഗോഡസ് നിന്നാണ് എടുത്തിട്ടുള്ളത്. So every goddess name would be ending with E. So as a result of that, it was said that word Nike. So still there was lots of argument. At last, it was declared by the chairman of the Nike brand that the pronunciation is Nike, not Nike. I repeat, Nike. Hope it helps. ഇന്നൊരു ഇഡിയം നോക്കിയാലോ, നോ ക്യാപ്പ്. എന്താണ് നോ ക്യാപ്പ്? നോ ക്യാപ്പിൻ്റെ അർത്ഥം എന്ന് വെച്ചെങ്കിൽ യു ആർൻറ്റ് ലൈൻ. എക്സാമ്പിൾ ലൈക്ക് ഇപ്പം നമ്മൾ പറയില്ലേ, നീ കള്ളം പറയുന്നതല്ലോ, നീ കള്ളം പറയുന്നതല്ലോ, അതിൻ്റെ പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോ ക്യാപ്പ് എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരാളെ കാണുന്നുണ്ട്, ഓക്കെ, അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞു എന്ന്. അപ്പം ഞാൻ പറയും, ഓ നോ യു ആർ ക്യാപ്പിംഗ്. അതായത് അതല്ല, നീ കള്ളം പറയാം, നീ കല്യാണം കഴിഞ്ഞതൊന്നും അല്ല എന്ന് ഞാൻ പറയില്ല. അതിനെയാണ് നമ്മൾ നോ ക്യാപ്പ് എന്ന് പറയാം. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. അല്ല, ഈ നമ്മൾ പാനിപൂരിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പാനിപൂരി, അതിനെ നമ്മൾ പറയാം വാട്ടർ ബോൾസ് ആണ്. എന്ത്? വാട്ടർ ബോൾസ്. അങ്ങനെയാണെങ്കിൽ ഈ പക്കോട അല്ലേ ഇല്ലേ, ഉള്ളി പക്കോട, പൊട്ടാറ്റോ പക്കോട എന്നെല്ലാം, അതിനെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? അതിനെ പറയാം ഫ്രിറ്റേഴ്സ് എന്നാണ്. വാട്ട് ഇസ് ദാറ്റ്? ഫ്രിറ്റേഴ്സ്. ഇപ്പോൾ ഉള്ളി ആണെങ്കിൽ ഓണിയൻ ഫ്രിറ്റേഴ്സ്, ഇപ്പോൾ പൊട്ടാറ്റോ ആണെങ്കിൽ പൊട്ടാറ്റോ ഫ്രിറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഗീനെ എന്താ ഇംഗ്ലീഷിൽ പറയുക? ഗീനെ പറയാം ക്ലാരിഫൈഡ് ബട്ടർ. സബ്റ്റിൽ, ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ വേർഡിനെ സബ്റ്റിൽ എന്നാണോ വായിക്കേണ്ടത് സറ്റിൽ എന്നുള്ളതാണോ? സോ ഇന്ന് നമ്മൾ ബി സൈലൻ്റ് ഉള്ള കുറച്ച് വേർഡ്സിനെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് സബ്റ്റൽ അല്ല, ദിസ് ഇസ് സട്ടൽ. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ DUMB, ഡംബ് എന്നാണ് നമ്മൾ വായിക്കാറ്. ഇറ്റ്സ് നോട്ട് ഡംപ്, ഇറ്റ് ഇസ് ഡം. ഇറ്റ് ഇസ് ഡം. പിന്നെ ചീർപ്പ്, കോമ്പ്, നമ്മളെന്താ പറയുക? കോമ്പ് എന്ന്. കോമ്പല്ല, ഇറ്റ്സ് കോം. ഇറ്റ് ഇസ് കോം. പിന്നെ ഒരു വേർഡ് പറയുകയാണെങ്കിൽ ഇത് തമ്പ്. തമ്പ് എന്നാണ് നമ്മൾ പറയാം, ബട്ട് ആക്ച്വലി ഇറ്റ്സ് റോങ്. ഇറ്റ് ഇസ് തം. ഇറ്റ് ഇസ് തം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലംബർ, നമ്മൾ സ്വന്തം പ്ലംബർ, അത് പ്ലംബർ അല്ല, ഇറ്റ്സ് പ്ലംബർ. ഇറ്റ് ഇസ് പ്ലംബർ. സേ ദിസ്, നോട്ട് ദാറ്റ്. കഫ് എന്നല്ല നമ്മൾ പറയാം, ബട്ട് ആക്ച്വലി അത് കഫ് അല്ല, അതിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ഇറ്റ് ഇസ് കോഫ്. ഇറ്റ് ഇസ് കോഫ്. നെക്സ്റ്റ് വേർഡാണ് കൂപ്പൺ. കൂപ്പൺ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടാറുള്ളത്, ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് കൂപ്പൺ, ഇറ്റ് ഇസ് കുപ്പോൺ. ഇറ്റ് ഇസ് കുപ്പോൺ. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഇസ് ഐറൺ. IRON, ഐറൺ ബോക്സ് എന്നെല്ലാം പറയാറില്ലേ, അത് ഐറൺ അല്ല, ഇറ്റ് ഇസ് അയൺ ബോക്സ്. ഇറ്റ് ഇസ് അയൺ ബോക്സ്. സോ ദ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? കൊക്കോവ അല്ലേ? കൊക്കോവ അല്ല, കൊക്കോ. ആൻഡ് ദിസ് വൺ എഞ്ചിനീയർ അല്ലേ? എഞ്ചിനീയർ അല്ല, ഇറ്റ്സ് എഞ്ചിനീയർ. ഈൻ്റെ പകരം എ ആക്കണം, എഞ്ചിനീയർ. ആൻഡ് ദിസ് വൺ മോസ്റ്റ് കോമൺലി റെസ്റ്റോറൻറ്റ്, അങ്ങനെ അല്ലേ, റെസ്റ്റോറൻറ്റ്, ബട്ട് ആക്ച്വലി റെസ്റ്റോറൻറ്റ് അല്ല, ഇറ്റ്സ് restaurant. It is restaurant. Restaurant. Hope it helps. Vineyard alle, vineyard alla, is vineyard. It's vineyard. And this one WRM, worm alle, nammal sondam worm. No, it's worm. It's worm. Worm ulla pronunciation avade illa. മൂന്നാമത്തേത് womb. WMB, womb. Actually it is womb. It is വൂം. ബി സൈലൻ്റ് ആണ്, നമ്മളെ പ്ലംബറിനെ പോലെ തന്നെ, പ്ലംബർ പോലെ ഇവിടെ വൂം. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. ഡെവലപ്പ് അല്ലേ? ഡെവലപ്പ് അല്ല, ഇറ്റ് ഇസ് ഡിവലപ്പ്. ഇറ്റ് ഇസ് ഡിവലപ്പ്. ആൻഡ് ദിസ് വൺ മോസ്റ്റ് കോമൺലി മിസ്റ്റേക്ക് വേർഡാണ്, എലൈറ്റ്. എലൈറ്റ് അല്ല, ഇറ്റ്സ് എലീറ്റ്. ഇറ്റ് ഇസ് എലീറ്റ്, നോട്ട് എലൈറ്റ്, എലീറ്റ്.
ഇനി ഇത് നമ്മൾ ചിക്കൻ സ്റ്റീക്ക് എന്നൊക്കെ പറയുന്ന സംഭവമാണിത്. സ്റ്റീക്ക് അല്ല, ഇറ്റ് ഇസ് സ്റ്റീക്ക്. ഇനിയിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഈ വീഡിയോ ഒന്നും മാച്ച് ആക്കിയെങ്കിലോ, I just had a chicken steak at a restaurant.